കുഞ്ഞാവേ, ഉസ്മാനല്ലേ ഇരിക്കുന്നത്? അതെ, ഇവനെന്താ ഇങ്ങനെ തലയും താത്തിയിരിക്കുന്നത്? എടാ ഉസ്മാനെ, നീ എന്താ ഇങ്ങനെ തലയും താത്തിയിരിക്കുന്നത്? അയ്യോ, ഇവൻ കരയുകയാണല്ലോ. എടി കുഞ്ഞാറ്റേ, ഇവൻ കരയുകയാണ്. കരയുകയോ? എന്തിന്? എടാ ഉസ്മാനെ, എന്ത് പറ്റി? എന്തിനാടാ നീ ഇങ്ങനെ കരയണത്? ഒന്ന് പറയടാ, നീ ഇങ്ങനെ കരയണ കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടമാകുന്നു. എടി കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, പിങ്കി മോൾ എന്നോട് മിണ്ടണില്ല. അവൾ എന്നോട് പിണങ്ങി. തെറ്റ് ചെയ്തത് ഞാനാണ്, അതാണ് അവൾ എന്നോട് മിണ്ടാത്തത്. അതെനിക്കറിയാം. പക്ഷേ അവളോട് ഞാൻ സോറി പറയാൻ ചെന്നതാണ്, എന്നിട്ടും അവൾ എന്നോട് മിണ്ടണില്ല. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട് മിണ്ടാതിരുന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. എടാ ഉസ്മാനെ, നീ ഒന്ന് സമാധാനിക്ക്. കരയാതിങ്ങനെ. എങ്ങനെ കരയാതിരിക്കും? അവള് മിണ്ടാതിരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്തത് പോലെയുണ്ട്. എടാ നീ ഒന്ന് കരയാതിരിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഞാൻ അവളുടെ വീട്ടിൽ പോയി, എന്നിട്ട് അവളോട് മിണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല, എന്നോട് അനിയുമില്ല. നീ കരയാതെ എഴുന്നേൽക്ക്, നമുക്കൊന്ന് ചെന്ന് നോക്കാം അവളെ. ഇല്ല, ഇനി ഞാൻ വരുന്നില്ല. അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് വരുന്നില്ല. നിങ്ങൾ പോയി കളിച്ചോ, ഇനി ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ല. എനിക്കിനി ആരും ഫ്രണ്ടില്ല, ഞാനിനി തനിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി കളിച്ചോ, എന്നെ കളിക്കാൻ കൂട്ടണ്ട. ഉസ്മാനെ, നീ ഇങ്ങനെയൊന്നും പറയാതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. വേണ്ട കുഞ്ഞാവേ, നിങ്ങൾ പോയി കളിച്ചോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങനെയൊന്നും പറയാതെ നീ നേരിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം അവളെ. ഇല്ല, ഞാൻ വരില്ല. എനിക്കറിയാം അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന്. ഷോ എടാ, അതൊക്കെ അവൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. നീ നേനേൽക്ക്. നിങ്ങൾ ഇനിയും എന്നെയും കൂട്ടി അവളുടെ അടുത്ത് ചെന്നാലേ ചിലപ്പോൾ അവൾ നിങ്ങളോടും മിണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടേക്ക്, നിങ്ങൾ പോയി കളിച്ചോ. നീ ഒന്നും പറയണ്ട, നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട കുഞ്ഞാറ്റേ, ഞാൻ വരണില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ വരണം, വരണം എന്ന് പറഞ്ഞാൽ വരണം. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ കൂട്ടുകൂടില്ല. ശരി, ഞാൻ വരാം. പക്ഷേ അവൾ എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിൽ അതെനിക്ക് കൂടുതൽ വിഷമമാകും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, ഞങ്ങളല്ലേ പറയണത്. നീ ഞങ്ങളുടെ കൂടെ വാ. വാടി കുഞ്ഞാവേ, നമുക്ക് അവളുടെ വീട്ടിൽ പോകാം, എന്നിട്ട് അവളെ ഒന്ന് കാണാം. ശരി, എങ്കിൽ വാ. ദേ നോക്കടി, അവളല്ലേ വരണത് ഇങ്ങോട്ടേക്ക്. ശരിയാണല്ലോ, അവളാണത്. ഏടി പിങ്കി മോളെ, നീ ഇത് എങ്ങോട്ടേക്കാ പോകണത്? നിങ്ങളോ? അതെ, നീ എങ്ങോട്ടേക്കാ പോകണത്? നിന്റെ മുഖത്ത് ആകെ ഒരു വിഷമമുണ്ടല്ലോ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. ഞാൻ ഈ തൊടിയിൽ എവിടെയെങ്കിലും പനിക്കൂർക്കലുണ്ടോ എന്ന് നോക്കി ഇറങ്ങിയതാണ്. എനിക്ക് തുമ്മലും ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തീരെ വയ്യ. ആവി പിടിക്കാൻ വേണ്ടിയിട്ട് തുളസിയും പനിക്കൂർക്കലും നോക്കി ഇറങ്ങിയതാണ് ഞാൻ. മമ്മി പറഞ്ഞു ഈ തൊടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന്. ഓ അത് ശരി, നിനക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടോ? നല്ല ക്ഷീണമുണ്ട്. എടി പിങ്കി മോളെ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്റെ വീട്ടിലേക്കോ? കളിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നോ? അല്ല. അല്ലേ, പിന്നെ എന്തിനാ വരുന്നത്? അത് പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് ദേ ഈ ഉസ്മാൻ ഇവിടെ നിന്ന് കരയുന്നു. അപ്പോൾ അവനോട് എന്തിനാ കരയണതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ അവനോട് പിണങ്ങിയെന്ന്. ഓ, അവന്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് ഇവിടെ നിന്നങ്ങ് പനിക്കൂർക്കൽ കിട്ടിയിട്ട് വേണം പോയിട്ട് ആവി പിടിക്കാൻ. നീ എന്തിനാണ് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണത്? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇങ്ങോട്ടേക്ക് പോകട്ടെ. എടി പിങ്കി മോളെ, നീ അവനോടുള്ള ദേഷ്യം ഇങ്ങനെ തീർക്കാതെ. ദേ കുഞ്ഞാത്തെ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് തീരെ വയ്യ, നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നുണ്ടോ? പാവം നോക്കടി, ദേ അവൻ അവിടെ നിന്ന് കരയുന്നു. അവൻ കരഞ്ഞാൽ എനിക്കെന്താ? അങ്ങനെ ലോകത്ത് എത്രയോ പേർ കരയുന്നുണ്ട്, അതൊക്കെ നോക്കി നിൽക്കലാണ് എന്റെ പണി. നീ എന്താടി ഇങ്ങനെ? ലോകത്ത് എത്രയോ പേരുണ്ട്, പക്ഷേ അവരൊക്കെ പോലെയാണോ നിനക്കവൻ? അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടോ? അവനോ? ഇനി എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് തന്നെ ഇല്ല. എടാ ഉസ്മാനെ, നീ ഇങ്ങനെ കരയാതെ. എടി പിങ്കി മോളെ, നീ ഒന്ന് ഞാൻ പറയണ കേൾക്കടി. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഞാൻ ചെയ്ത തെറ്റാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്ത തെറ്റാണെങ്കിൽ കണക്കായി പോയി, അതിപ്പോ ഞാനെന്ത് വേണം? നീ കാരണമാ എനിക്കിങ്ങനെ പനി പിടിച്ചത്. നീ എന്നെ ആ കൊടയിൽ കാറ്റിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പനി പിടിക്കത്തില്ലായിരുന്നു. ഇതിപ്പോ സ്കൂൾ തുറക്കാനായില്ലേ, എന്റെ പനി അങ്ങ് മാറിയില്ലെങ്കിൽ ഞാൻ ഇനി സ്കൂൾ പനിച്ചുകൊണ്ട് പോകണ്ടേ? ചിലപ്പോൾ എന്റെ ആദ്യത്തെ സ്കൂൾ തന്നെ കട്ടാകും. ഇതിനൊക്കെ കാരണം നീയാണ്. നിങ്ങളോടല്ലേ ഞാൻ വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞത്? നിങ്ങൾ വഴിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന. എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല.
എടി പിങ്കി മോളെ പോകാതെ നീ ഒന്ന് നിക്ക്. വേണ്ട, നിങ്ങളൊക്കെ അവന്റെ സൈഡല്ലേ, അവനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്നോ, എന്നോട് ആരും കൂട്ടുകൂടണ്ട. എടി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലടി, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്, നീ ഒന്ന് പോകാതെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് കുറച്ചു നേരം കിടക്കണം, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോടി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾ എന്നോട് മിണ്ടില്ല എന്ന്. ഞാൻ കാരണം അവൾക്ക് നിങ്ങളോടും ദേഷ്യായില്ലേ? സാരില്ലടാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. എടി കുഞ്ഞാവേ, എന്തായാലും അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല, അവളുടെ പിണക്കം നമുക്ക് മാറ്റണം. ശരിയാണ്, അതിപ്പോൾ എന്താണ് ഒരു വഴി? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? അതിനൊരു വഴിയുണ്ട് എന്റെ കയ്യിൽ. നീ ഇങ്ങനെ സസ്പെൻസ് അടിപ്പിക്കാതെ കാര്യം പറ. എടി നാളെ ഏതാ ദിവസം? നാളെ സൺഡേ അല്ലേ? ഓ മണ്ടൂസേ, സൺഡേ തന്നെ. നാളെ ഏതാ തീയതി എന്ന് ഓർമ്മയുണ്ടോ? നാളെയാണ് അവളുടെ ബർത്ത്ഡേ. ബർത്ത്ഡേയോ? അതെടി ഉസ്മാനെ, നാളെയാണ് പിങ്കി മോളുടെ ബർത്ത്ഡേ. നമുക്ക് അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? അത് പൊളിക്കും. ബർത്ത്ഡേക്ക് നമ്മൾ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലേ അവളുടെ പിണക്കങ്ങളൊക്കെ മാറും. ഹായ്, നിന്റെ ഐഡിയ സൂപ്പർ ആടി. ചെറുക്കൻ്റെ ഒരു സന്തോഷം കണ്ടോ? പിന്നെ സന്തോഷമില്ലാണ്ട് ഓള് നമ്മളോട് മിണ്ടാതിരുന്നാലേ നമുക്കത് സഹിക്കൂല. എങ്കിൽ വാ, സമയം കളയാതെ നമുക്ക് നാളത്തെ പരിപാടിയെ പറ്റി ആലോചിക്കാം.